മലയാളിയായ മുഹമ്മദ് ദിലീഫിന്റെ കലാസൃഷ്ടികളിലൊന്നായ വിശുദ്ധ ഖുറാന്റെ കയ്യെഴുത്ത് പ്രതി മോഷണം പോയി എന്നൊരു പരാതി. സുഹൃത്ത് ജംഷീർ വടഗിരിക്കെതിരെയാണ് പരാതി. ഖുറാൻ കബളിപ്പിച്ച് കൈപ്പറ്റിയ ശേഷം മറിച്ചു വിറ്റു എന്നാണ് പരാതി. മുഹമ്മദ് ദിലീഫ് വലിയ ഒരു കലാസൃഷ്ടിയായിരുന്നു കേട്ടോ വിശുദ്ധ ഖുറാന്റെ കയ്യെഴുത്ത് പ്രതി. അത് മോഷണം പോയി എന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ജംഷീർ വടഗിരിക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. വി എസ് രഞ്ജിത്തുണ്ട്. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, ഈ മുഹമ്മദ് ദിലീഫിന്റെ ഖുറാൻ അന്ന് തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഈ ഖുറാൻ അടിച്ചുകൊണ്ട് പോയി എന്നാണോ പറയുന്നത്? ഇതിനകത്ത് മുഹമ്മദ് ഈ ഫിറോസിന്റെ സുഹൃത്താണോ ഈ അടിച്ചുകൊണ്ട് പോയിരിക്കുന്ന വടഗിരി? തീർച്ചയായിട്ടും ഫിറോസ് കുന്നംപറമ്പലിൻ്റെ സുഹൃത്ത് എന്ന രീതിയിലാണ് ദിലീഫിനെ ഈ ജഷീർ വടഗിരി പരിചയപ്പെടുന്നത്. പാലക്കാട് ആലത്തൂർ സ്വദേശിയാണെന്നാണ് പറയുന്നത്. ഇത് മുഖ്യമന്ത്രിക്കും അതുപോലെ പാലക്കാട് പോലീസ് സൂപ്രണ്ടിനും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നത്. ഈ ദിലീഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഷാർജ ബുക്ക് ഫെസ്റ്റിലൊക്കെ ദിലീഫിൻ്റെ ഈ കയ്യെഴുത്തു പ്രതിയായിട്ടുള്ള കലിയോഗ്രഫി ഖുറാൻ എന്നറിയപ്പെടുന്ന ഈ ഏറ്റവും നീളം കൂടിയ ഖുറാൻ അത് ഏകദേശം 3 വർഷം എടുത്തിട്ടാണ് അത് എഴുതി തീർത്തത്. അപ്പോൾ അത്ര അധ്വാനമുള്ള, അത്ര കലാമൂല്യമുള്ള, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള, ആധ്യാത്മിക മൂല്യമുള്ള ഒരു കലാസൃഷ്ടി അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള ഒരു വേദനയാണ് ആ കലാകാരൻ പങ്കുവെച്ചത്. ദിലീഫ് ഇപ്പോൾ ദുബായിലാണുള്ളത്. അതുകൊണ്ടാണ് ദിലീഫിന് നേരിട്ട് നമ്മളോട് പ്രതികരിക്കാൻ സാധിക്കാത്തത്. ദിലീഫിൻ്റെ പ്രതികരണം നമ്മൾ അവിടെ നിന്ന് എടുക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ ഈ കലാസൃഷ്ടി മോഷ്ടിച്ചു കൊണ്ടുപോയ ജഷീർ അത് ഒരു മലയാളി വ്യവസായിക്ക് വിറ്റു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പി ഏകദേശം 24 ലക്ഷം രൂപയ്ക്കാണ് അത് വിറ്റത് എന്നുള്ളൊരു വിവരം ദിലീഫിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ തിരിച്ചെടുക്കാൻ പറയുമ്പോൾ പണം ദിലീഫിനോട് അടയ്ക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ആ കലാസൃഷ്ടി നഷ്ടപ്പെട്ടു എന്നുള്ള വേദന ദിലീഫ് പങ്കുവെക്കുന്നു. അതൊരു മലയാളിയായ വ്യവസായിയുടെ കൈവശമാണുള്ളത്, അത് വിറ്റതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മോഷണം തന്നെയാണ്. കബളിപ്പിച്ച് കൈപ്പറ്റി എന്നൊക്കെ പറഞ്ഞാലും അത് എടുത്തുകൊണ്ടുപോയി വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അതൊരു മോഷണത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറി. ആ മോഷണത്തിനാണ് ഇപ്പോൾ ദിലീഫ് പരാതി കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും മുഹമ്മദ് ദിലീഫിനോടൊപ്പം നിൽക്കണം. അയാളെ പറ്റിക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റിക്കാൻ പറ്റൂ? അതും ഖുറാനൊക്കെ അടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞ് എന്തോരം മനുഷ്യരാണെന്നേ. അപ്പോൾ എന്തായാലും ജംഷീർ വടഗിരിയോട് നമുക്കൊന്ന് സംസാരിക്കണം. അതങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ അതല്ല കൈമോശം വന്നതാണോ? അതെന്താണെങ്കിലും അത് തിരിച്ചു കൊടുക്കുക മുഹമ്മദ് ദിലീഫിന്. എത്ര കാലത്തെ കഷ്ടപ്പാടായിരിക്കും. അത്ര കൈയെഴുത്ത് പ്രതിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.